ഏറ്റവും ഡിമ്മാണ്. ഏറ്റവും ഡിമ്മിൽ ഇപ്പോൾ നമ്മുടെ ട്യൂബ് എടുക്കുന്നത് 4.2 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4.2 വാട്ട്സ് ആണ് എടുക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ സെറ്റിങ്ങിലേക്ക് പോവാണ്. ഹായ് ഗായ്സ്, അഴിച്ചുകൊണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്യൂബ് ലൈറ്റ് എങ്ങനെ പവർ കുറച്ച് കത്തിക്കുക എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ പലരും ഇതേമാതിരി ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ ഈ ട്യൂബ് ലൈറ്റ് നമുക്ക് പവർ കുറച്ച് കത്തിക്കാം, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഫാനിൻ്റെ റെഗുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബ് ലൈറ്റ് ഡിമ്മാവുന്നില്ല, അത് എന്തുകൊണ്ടാണ്, ഇനി നമുക്ക് എങ്ങനെയെങ്കിലും റെഗുലേറ്റർ വെച്ച് ഡിമ്മാക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഫാനിൻ്റെ റെഗുലേറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്യൂബ് ലൈറ്റ് ഡിമ്മാക്കാം എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ട്രൈ ചെയ്തത് നോക്കിയതാണ്, പക്ഷേ ഇതൊന്നും നടക്കാറില്ല, സാധാരണക്കാർ ട്രൈ ചെയ്യുമ്പോൾ നടക്കാറില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ കിട്ടിയ അറിവ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റ് ഡിമ്മാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ട്യൂബ് ലൈറ്റ് ഡിം ചെയ്യാനായിട്ട് നമ്മൾ പ്രീവിയസ് നമ്മുടെ എപ്പിസോഡുകളിൽ ചെയ്തിരുന്ന അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പഴയ എപ്പിസോഡൊന്ന് കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഇതിനായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യൂസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേമാതിരത്തെ ഫാൻ റെഗുലേറ്ററാണ്, സാധാരണ കിട്ടുന്ന ഫാൻ റെഗുലേറ്റർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതേമാതിരി സ്വിച്ച് ഉള്ളത്, അതായത് 5 സ്പീഡുള്ള സ്വിച്ചുള്ള റെഗുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. വേറെ ലീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന റെഗുലേറ്റർ ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല, നിങ്ങൾക്ക് ട്യൂബ് ലൈറ്റ് ഡിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേമാതിരത്തെ ഈ റെഗുലേറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കപ്പാസിറ്ററുകൾ കാണാം. ഈ 3 കപ്പാസിറ്ററുകളിലെ 3 കപ്പാസിറ്റർ നമ്മൾ ഡീസോൾഡർ ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ഡിം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതിനില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ 3 കപ്പാസിറ്ററുകൾ ഡീസോൾഡർ ചെയ്തെടുത്തിട്ട് നമുക്ക് എത്ര ബ്രൈറ്റ്നസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ 1% ബ്രൈറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട വീഡിയോയിൽ ഉള്ള കപ്പാസിറ്റർ, ഏറ്റവും കുറവ് കപ്പാസിറ്റർ നമുക്ക് നോക്കി വരണം. അതായത് 220 പിക്കോഫാരഡാണെന്നാണ് ഞാൻ ഇട്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കപ്പാസിറ്ററുകൾ ഊരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ വരുന്നതാണ്, എവിടെയാണ് ഏറ്റവും കുറവ് കപ്പാസിറ്റർ വരുന്നത്, വാല്യൂ ഉള്ള കപ്പാസിറ്റർ വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ഇടുന്ന കപ്പാസിറ്ററുകളിൽ ഏറ്റവും കുറവ് കപ്പാസിറ്റർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഊരിയെടുക്കുന്നതിൽ ഏറ്റവും കുറവ് കപ്പാസിറ്ററുള്ള പൊസിഷനിലിടണം. ഊരിയതിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റർ ഉള്ളതിൽ ഏറ്റവും ബ്രൈറ്റ്നസ് വരുന്ന കപ്പാസിറ്റർ, അതായത് നമ്മൾ പറഞ്ഞത് 684ൻ്റെ 2 ഇടാനായിരുന്നു. അപ്പോൾ അതേമാതിരി ആണെന്നുണ്ടെങ്കിൽ അത് 2 നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂലാണ് ഇടേണ്ടത്. നമ്മുടെ റെഗുലേറ്റർ ഇതാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ 100 kpf-ഉം 680 pf-ൻ്റെയും കപ്പാസിറ്റർ നമ്മളിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 224 പിക്കോഫാരഡിൻ്റെയാണ്. ഇതും കൂടെ നമ്മൾ ഏറ്റവും ഡിമ്മസ്റ്റ് സെറ്റിങ്ങിൽ നമ്മൾ ഇതും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും നേരത്തെ സോൾഡർ ചെയ്ത് വെച്ചു, നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ട്യൂബായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെഗ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ നമ്മൾ ഫിലിപ്സിൻ്റെ LED-യുടെ കംപ്ലീറ്റ് സ്ട്രിപ്പും നമ്മുടെ ഡ്രൈവറുമാണ് എടുത്തിരിക്കുന്നത്. LED-യുടെ കവർ ചെയ്യാൻ എടുത്തിട്ടില്ല, ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഹോപ്പി മീറ്ററിലേക്ക് ഇതിൻ്റെ ഫേസ് കുത്തി, അതേമാതിരി നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന റെഗുലേറ്ററിൻ്റെ ലൈൻ നമ്മൾ ന്യൂട്രൽ കുത്തി. അതിനുശേഷം നമ്മൾ ഈ കറുത്ത വയർ നമ്മൾ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ ഹോപ്പി മീറ്റർ ഓൺ ചെയ്യുകയാണ്. ഹോപ്പി മീറ്റർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഹോപ്പി മീറ്ററിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് ഓൺ ആയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റെഗുലേറ്റർ ഇപ്പോൾ ഓഫ് മോഡിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1-ലേക്ക് ഇടാം. ഇതാണ് 1 മിനിമം ബ്രൈറ്റ്നസ്. ഇത് 2 ഇച്ചിരിയും കൂടെ കൂടി. ഇത് 3 ആണ്. 3 ഇച്ചിരി കുറഞ്ഞു, അതാ റെഗുലേറ്ററിൻ്റെ സെറ്റിംഗ് ആണ്. 3-ൽ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. 4 ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസ് ആണ്. 5th ആണ് ഫുൾ, അതായത് റെഗുലേറ്റർ അല്ലാണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ പവറും ഇതും കൂടെ ഒന്ന് നോക്കാം. ലൈറ്റ് ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലെ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ ട്യൂബിൻ്റെ ലൈറ്റ് മാത്രം കാണിച്ചു തരാം. നമ്മുടെ ഹോപ്പി മീറ്റർ നമ്മൾ ഇവിടെ കാണാം. നമ്മൾ ലൈറ്റ് ഫുൾ ഓഫാക്കി വെച്ചേക്കാണത്, ഹോപ്പി മീറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡിമ്മാണ്. ഏറ്റവും ഡിമ്മിൽ ഇപ്പോൾ നമ്മുടെ ട്യൂബ് എടുക്കുന്നത് 4.2 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4.2 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഇത് ക്യാമറ മാനുവൽ മോഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന ലൈറ്റും ഏതാണ്ട് കറക്റ്റ് തന്നെയായിരിക്കും. നമ്മൾ രണ്ടാമത്തെ സെറ്റിങ്ങിലേക്ക് പോവാണ്.
രണ്ടാമത്തെ സെറ്റിങ്ങിൽ 11 വോൾട്ട് എടുത്തിട്ടുണ്ട്, 11 വാട്ട്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, 11 വാട്ട്സ്, 11.74 വാട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് തേർഡിലേക്ക് പോകാം. തേർഡിൽ ഒരു ഇച്ചിരി വാട്ട്സ് കുറയും. കണ്ടോ, തേർഡിൽ ഇപ്പോൾ 6.17 വാട്ട്സ് എടുക്കുന്നുള്ളൂ തേർഡിൽ. ഇതിൽ LED വളരെ കൂളായിട്ടാണ് റൺ ചെയ്യണത്. ഫോർത്ത് വൺ വരുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ കൂടും. ഫോർത്ത് വൺ ഓൾമോസ്റ്റ് 13 വാട്ട്സിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്, 13 വാട്ട്സ് എടുക്കുന്നുണ്ട്. ഫിഫ്ത്ത് വൺ ഫുള്ളാണ്, അതായത് ട്യൂബിൻ്റെ എത്ര വാട്ട്സ് ആണ് വരുന്നത് ഒരു റെഗുലേഷനും ഇല്ലാണ്ട് അങ്ങനെയാണ് കത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 16.90 വാട്ട്സ് എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കാണിച്ചതെന്ന് വെച്ചാൽ പലരും നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ട്യൂബ് ലൈറ്റ് നമുക്ക് ഡിമ്മാക്കാൻ പറ്റുമോ. ഇനിയിപ്പോൾ പല യൂട്യൂബർമാരും തന്നെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈറ്റ് ഡിമ്മാക്കി കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഇടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്പീഡിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ ബാറ്ററി ഇപ്പോൾ തീരും, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശരി, ബൈ.